അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നീറ്റിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. രാവിലെ തന്നെ നീറ്റിട്ടല്ല കേട്ടോ, നീറ്റിട്ട് കുറേ സമയമായി. കുട്ടികളൊക്കെ മദ്രസയിലൊക്കെ പോയി എൻ്റെ അടിക്കലും തുടക്കലും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ അത് അടുക്കളയിൽ ഞാൻ വീട്ടിലേക്കുള്ള മാവ് ഇരുന്നിട്ട്, അപ്പോൾ അതിലൊരിത്തിരി കൂടി വെള്ളമാക്കിയിട്ട് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ദോശ ഉണ്ടാക്കാൻ, സദാ ഉഴുന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി വെള്ളമൊക്കെ വെച്ചിട്ട് അത് സെറ്റാക്കി വെച്ച്, പിന്നെ നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കാൻ, പയറും കായും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചിട്ട്, അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കും കൊണ്ടുപോകാൻ രാത്രിയൊക്കെ കൊടുക്കുക, ഉച്ചക്കൊക്കെ അങ്ങനെ ആവുമല്ലോ. അപ്പോൾ അത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ദോശക്കുള്ള ഇഷ്ടമാണ് കേട്ടോ, അത് ഉരുളക്കിഴങ്ങായിട്ട് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഇന്ന് 2 കപ്പ പൂളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ, മിഞ്ഞാന്ന് വാങ്ങിയതിൽ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്ത് അതൊന്ന് ഇഷ്ടമുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ ഒരു പച്ചമുളകും സബോള ഇതൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് അതൊന്ന് വിസിലടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ താളിച്ചാൽ മതിയല്ലോ. പിന്നെ താളിക്കണ സമയത്ത് കുറച്ചൊരു ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. കഴിക്കണ സമയത്ത് കുഞ്ഞാറ്റി ശാമാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയുടെ ചോയുണ്ട്, പക്ഷേ അതിൽ പൂളക്കിഴങ്ങാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കോമ്പിനേഷനായിരുന്നു ആ ദോശയ്ക്ക് ആ കറി കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ അതാ പച്ചക്കായും പയറും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ്, അതൊക്കെ അതാ സെറ്റായി കൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലെ തന്നെ നമ്മളെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള ജീരകവെള്ളവും ഒക്കെ അവരെ കുപ്പിയിലൊക്കെ ആക്കി അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ്. കട്ടൻ ചായയിൽ ഞാനൊരു ഏലക്കായ ഇടും കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ പാൽച്ചായ ഇവിടെ ഞങ്ങൾ 3 ആളും കുടിക്കൂല കേട്ടോ. പിന്നെ ഇഷ്ടമാണ് കാപ്പി ഇട്ടാൽ, അത് എപ്പോഴും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇസ്റ്റു റെഡി ആയിട്ടാണ്. എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾ മദ്രസ വരാൻ നേരത്താണ് ഞാൻ ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ ചൂട് കൊടുക്കാൻ അവർക്ക് മൊരിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാമല്ലോ, അത് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ നിന്നത്. മറ്റേത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ ഒരു തണുത്ത പോലെ ഉണ്ടാവും, അത് അവർക്ക് ഇഷ്ടമല്ല. അപ്പം നല്ല മൊരിഞ്ഞിട്ട്, എനിക്കും അങ്ങനെ തന്നെ ഇഷ്ടം, ചൂട് കൊടുക്കണം നല്ല മൊരിഞ്ഞിട്ട് അത് തിന്നണതാണ് എനിക്കും ഇഷ്ടം. പിന്നെ നമ്മൾ കുക്കറൊക്കെ വെക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലും ഞാൻ ഗ്രൂപ്പിൽ കണ്ടിട്ടാണ് കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് ഒരു താത്ത മരിച്ചു എന്നുള്ളതൊക്കെ, അങ്ങനെ മുന്നും കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ചിലവർ കണ്ടില്ല, വിസിലൊക്കെ കേടുവന്നിട്ട് കുക്കറിൻ്റെ വിസിൽ കേടുവന്നിട്ടുണ്ടാവും, ബട്ട് അതിങ്ങനെ ഗ്യാസ് വെച്ച് ഇങ്ങനെ കത്തിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ എയർ അവിടെ ഇങ്ങനെ തിങ്ങിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് പൊട്ടിത്തെറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. നമ്മൾ അടുക്കളയിൽ ഗ്യാസ് കുറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, എല്ലാം കൂടി പൊട്ടിത്തെറിച്ചാൽ പല അപകടങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എന്തായാലും പഠിച്ചോ ഇങ്ങനത്തെ അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അല്ലേ, ആമീൻ. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ കുക്കറിലില്ലേ വെള്ളം വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ചോറൊക്കെ ആണെങ്കിലും ഒക്കെ വെള്ളം പാകത്തിന് വെച്ചാൽ മതി. പിന്നെ ഒരു 2-3 വിസിലൊക്കെ അടിക്കുമ്പോൾ കുറച്ച് നേരം ഓഫാക്കി ഇട്ട് പിന്നെ തുറന്ന് നോക്കിയിട്ട് വീണ്ടും വിസിലൊക്കെ അടിപ്പിച്ചാൽ മതി. ധൃതി കൂട്ടിയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ ഇത് ഇന്നലെ നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് കേട്ടോ നെയ്ച്ചോറ്. അപ്പം നെയ്ച്ചോറും സോയാബീൻ പൊരിച്ചതും സോയാബീൻ റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്നല്ലോ കേട്ടോ. അപ്പോൾ പിന്നെ അത് അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ അത് ആയിരുന്നു നല്ല രാത്രിക്കത്തെ ഞങ്ങളെ ഫുഡ്. കുറച്ച് ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ കുഞ്ഞാറ്റി ഷാമോനൊക്കെ നല്ല സ്കൂളിട്ട് വന്നപ്പം അവർ വൈകുന്നേരം സ്കൂളിട്ട് വന്നപ്പോൾ മുട്ടപ്പച്ചി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ അത് ലാസ്റ്റ് സമയത്താണ് എനിക്ക് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വന്നിട്ട്, അപ്പോൾ ഞാൻ പിന്നെ ഷാമു തിന്നുമ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അതൊക്കെ കഴിക്കലേൻ്റെ 2 ആളും കൂടി പഠിക്കാതിരുന്നിക്കാനേട്ടാ. അപ്പോൾ മദ്രസത്തെ പഠിക്കുക പറഞ്ഞാൽ ഒരു മദ്രസത്തെ പഠിക്കുന്ന സമയത്ത് ഇവർക്ക് എഴുതാണ്ട് പറഞ്ഞിട്ട് നല്ല പൂര എഴുത്താവും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, പഠിക്കുന്ന സമയത്ത് ആരും എഴുതണ്ട. അപ്പോൾ ഈ എഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ മദ്രസത്തെ പഠിപ്പ് തീർന്ന്, അപ്പോൾ അത് വേണ്ട, എഴുതാനുള്ളത് നിങ്ങൾ സ്കൂളിൽ ഇട്ട് വന്നിട്ട് എഴുതിക്കോളി, ഒരു 5 മണി മുതൽ മദ്രസത്തെ എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാമോന് എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ച്, കുഞ്ഞാറ്റി എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ചിട്ട്, പിന്നെ കുഞ്ഞാറ്റിനോട് ഞാൻ കുറച്ച് നേരം പഠിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഓളെ പുസ്തകത്തിൽ നിന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഓൾ കുറച്ച് നേരം ഒന്ന് ഷട്ടിൽ കളിക്കട്ടെ പറഞ്ഞിട്ട് ഓളെ കൂട്ടുകാരി 6 മണിക്ക് ട്യൂഷൻ പോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവർ 2 ആളും കുറച്ച് നേരം കളിച്ച്. പിന്നെ ഓൾക്ക് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഓൾക്ക് മദ്രസത്തെ പഠിക്കാൻ നേരമില്ല. അപ്പോൾ ഓൾ ഒരു 8 മണിക്കാവുമല്ലോ വരാൻ. പിന്നെ ഒരു ചോറ് നിലക്ക് കഴിഞ്ഞ് സമയമൊക്കെ ആകുമ്പോൾ 8:30 ആവും. അപ്പോൾ പഠിക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞില്ല 5 മണി മുതൽ 6 മണി വരെ മദ്രസത്തെ പഠിക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ നമ്മളെ കുഞ്ഞാറ്റം ഉണ്ടാക്കിയൊരു സംഭവമാണിത്.